അവളിവിടെങ്ങും ഇല്ല, കിടന്ന് കാറണ്ട. ഓ, എന്നാ നിനക്കെങ്കിലും ഇതങ്ങ് നേരത്തെ എടുത്തു വെച്ചുകൂടായിരുന്നോടാ? ഇനി ഞാൻ അങ്ങ് ലേറ്റായ പിന്നെ ലേറ്റായ ബസ്സിൽ സീറ്റും കിട്ടില്ല, തൂങ്ങി നിന്ന് പോണ്ടി വരും. അമ്മേ, കാപ്പി. ഓ, സൗണ്ട് ഒന്ന് കുറയ്ക്കടാ. ഓ, ഇതൊക്കെ ഇവിടെ വലിച്ചു വാഴി. ശരിടി. അമ്മേന്റെ കാപ്പി എവിടെ? ചായ കൊണ്ടുതരാന്ന് പറഞ്ഞില്ലേ, മിണ്ടായിരിക്കേ. എടാ, ഫോൺ നടക്ക്. ഓ, ഇവിടെ കൊണ്ടുവച്ചേക്കുന്നു പാല്. അയ്യോ, വരുന്നു, ഒന്ന് നിക്കേ. കൊണ്ടുവരാം, ഞാൻ ഒരുത്തല്ലേ ഉള്ളൂ ഇവിടെ. എടി, നീ ഒന്നും മിണ്ടായിരിക്കില്ല അവിടെ. വരുന്നു. This appointment is subject to the provisions of the Kerala Education Act. കാപ്പി എവിടെ അമ്മേ? കാർന്ന് കണ്ടില്ലേ നീ? Amme, join the station on August 2006. അയ്യോ, അയ്യോ. മോനെ സുനിലേ, ഇത്തവണ നീ മാത്സിന് ഫെയിലായി. ബാക്കി സബ്ജക്ട്സ് ഒക്കെ ടീച്ചേഴ്സിന്റെ സിമ്പതി കൊണ്ട് തട്ടിയും മുട്ടിയും പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ നീ വീട്ടിൽ നിന്ന് സൈൻ അമ്മയുടെ മാത്രമായിട്ട് വാങ്ങണ്ട, അച്ഛന്റെ സൈൻ കൂടി വാങ്ങിട്ട് വാട്ടോ. അയ്യോ ടീച്ചറെ, അത് മാത്രം പറയല്ലേ, വീട്ടിലറിഞ്ഞ പ്രശ്നമാവും. ഞാൻ അമ്മയുടെ സൈൻ ഇട്ടുകൊണ്ട് വന്നാ പോരെ? നീ നിന്റെ അമ്മയുടെ സൈൻ ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഇത്തവണ അച്ഛന്റെ സൈൻ മതി. അയ്യോ ടീച്ചറെ, ഞാനതല്ല പറഞ്ഞ്, അമ്മയുടെ സൈൻ ഇടിപ്പിക്കാന്നാ പറഞ്ഞു. സിഗ്നേച്ചർ അച്ഛന്റെ വാങ്ങിയിട്ട് നീ ക്ലാസ്സിൽ കയറിയാൽ മതി, കേട്ടോ സുനിലേ? ആ, അമ്മേ, 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 ഇത്തിരി വെള്ളം. വെള്ളം. ഇന്ന് വാവ കളിക്കാൻ പോയില്ലേ? ഇല്ല. അമ്മയുടെ പുന്നാരമോൻ ചേട്ടൻ വന്നില്ലേ? അവനിന്ന് സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ? അമ്മ അവിടെ നിന്നേ. ഹൈസ്കൂളായ പിന്നെ ടീച്ചർമാർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നേ. എല്ലാരും ഉഴപ്പാ. എനിക്കൊന്നും മനസ്സിലാവണെന്ന് പറഞ്ഞപ്പോ അവരെന്നെ മനഃപൂർവ്വം ഒതുക്കി. അവരെന്നെ മാത്സ് തോപ്പിച്ചു. മാത്സിന് മാത്രം അവർക്ക് എന്നെ തോപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റ് ഞാൻ പുഷ്പം പോലെ പാസ്സായി. അമ്മ ഇനി ഇത് അച്ഛനോട് പറയണം, അച്ഛന്റെ സൈൻ വേണം. അച്ഛൻ ഇതെല്ലാം അറിയട്ടെ. ഞാനെന്നാ പോയി പഠിക്കട്ടെ. എൻ്റെ അടുത്തൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. ജനനി, ജനനി, എന്തായി? അതെ, ഇതെന്താ പ്രശ്നമെന്നറിയാമോ? വാവ മിസ്സും തമ്മിൽ എന്തോ പ്രശ്നം. ഈ മിസ്സ് പഠിപ്പിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ കുറെ കുട്ടികൾ എക്സാമിന് തോറ്റ്. അങ്ങനെ വാവ മിസ്സുമായിട്ടത് ചോദ്യം ചെയ്ത് പ്രശ്നമായി. അവരത് വലിയ വിഷയമായിട്ടെടുത്തു. കൊള്ളാം, നീ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചോ? എല്ലാം വിശ്വസിച്ചല്ലേ? വാവ കുഞ്ഞല്ലേ, വാവ കള്ളത്തരൊന്നും കാണിക്കില്ലല്ലോ. ആ ഡോറിന്റെ പിന്നിൽ ഒട്ടി നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്റെ മോൻ സുനിലേ. ഞാൻ ഇനി എന്ത് ചെയ്യണം? നിന്റെ സ്കൂളിൽ വന്ന് ടീച്ചർമാരെ കണ്ട് മാപ്പ് പറയണോ? അയ്യോ അച്ഛാ, അതൊന്നും വേണ്ട. എന്റെ ക്ലാസ് നടന്ന കാര്യം ഞാൻ തന്നെ പഠിച്ചെടുത്തോളാം, അല്ലേ അമ്മേ? അത് തന്നെ. ഇനിയിപ്പോ സ്കൂളിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. വാവ നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങും, അല്ലേ വാവേ? അതെ അച്ഛാ, അച്ഛൻ്റെ ഒരു സൈൻ മതി. നമ്മുടെ വീട്ടിൽ അച്ഛനും ഇതൊക്കെ അറിഞ്ഞെന്ന് അവരൊക്കെ ഒന്ന് അറിയട്ടെ. എന്നാ എന്റെ മോൻ പോയി ഒരു പേന എടുത്തോണ്ട് വരും. ഒന്നും പറയണ്ട, സുനിലിന്റെ പ്രോഗ്രസ് കാർഡാ. മാത്സിന് പൊട്ടി, ബാക്കിയുള്ള ജസ്റ്റ് പാസ്. പൊട്ടിയല്ല, പൊട്ടിച്ചാ. അതേടാ,
ആ ടീച്ചേഴ്സൊക്കെ ഇപ്പൊ മൊത്തം പ്രശ്നമാന്നേ. അതെങ്ങനെ ശരിയോ? ഞാനും അവിടെയല്ലേ പഠിച്ചു. എന്നിട്ട് എനിക്ക് 10 പാസ്സായല്ലോ. അത് ശരിയാണല്ലോ. നിന്നെ പാരാടാ മാത്സ് പഠിപ്പിക്കുന്നത്? ലേഖ ടീച്ചറല്ലേ? അതെ. എന്തെങ്കിലും വകുപ്പുണ്ടെ പാസ്സാക്കി ഇടുന്ന ആളാ ലേഖ ടീച്ചർ. അച്ഛാ, നമുക്കൊന്ന് ലേഖ ടീച്ചറിനെ വിളിച്ചാലോ? നമ്പർ അറിയാം. ആ, അറിയാം. അച്ഛാ 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 വേണ്ട അച്ഛാ, വേണ്ട അച്ഛാ. അമ്മേ ഒന്ന് പറയാമേ. ചുമ്മാ ഇരിടാ. അമ്മേ. വിളിക്കട്ടെ. വിളി. ഹലോ. ആ മാഡം, ആ 8B പഠിക്കുന്ന സുനിൽ PT-യുടെ അച്ഛനാണ്. അല്ല, ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? മാർക്സ് കാർഡ് കൊണ്ട് തന്നല്ലേ? മാർക്സ് ഒക്കെ കണ്ടോ? ബാക്കി പിള്ളേരോ മാഡം? ബാക്കി പിള്ളേരെല്ലാരും പാസ്സായിട്ടുണ്ട്. ഓ, പാസ്സായി അല്ലേ? അപ്പം സുനിൽ മാത്രം. ഒന്നുമില്ല മാഡം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം അച്ഛാ? വിളിക്കാൻ പറഞ്ഞ നന്നായില്ലേ? എടാ, ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ടൊരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനോളം വരണ്ട. എന്നാലും ഒന്ന് പാസ്സായിക്കോട്ടെ നിനക്ക്. കഷ്ടം. ചേട്ടനെ കണ്ട് പഴയടാ. ഇവൻ എങ്ങനെ വിട്ടാ പറ്റൂല. അച്ഛാ, ഇന്ന് മുതൽ ഇനി ഇവിടെ കേബിൾ കണക്ഷൻ വേണ്ട. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം. അല്ലെങ്കിൽ യു അപ്പോയിന്റ് എ ഹോം നഴ്സ് ഓർ സം റിലേറ്റീവ്. അമ്മയുടെ ബാക്കിന് ഒരു സ്ട്രെയിനും വരാൻ പാടില്ല. ടൈം ടു ടൈം ഫീഡിങ് വേണം. ഫോർ ബാത്റൂം പർപ്പസ് ഷീ കൻ യൂസ് എ ഡയപ്പർ. അത് കൃത്യസമയത്ത് തന്നെ ചേഞ്ച് ചെയ്യണം. പിന്നെ മെഡിസിൻ സമയത്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ടേക്ക് കെയർ ഓഫ് ഹർ. സുമി, ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട്, കേട്ടല്ലോ? അത് സുമേഷ്, എനിക്ക് ജോലിക്ക് ജോയിൻ സുമി ചെയ്യണം. നിർത്തിക്കോ. ദേ, നീ കാരണമാണ് അമ്മ ഈ കിടപ്പ് കിടക്കുന്നത്. അന്ന് നീ കിടന്ന് വിളിച്ചു പോയില്ലായിരുന്നു, അമ്മയ്ക്ക് ഗതി വരുമായിരുന്നോ? എന്നിട്ട് ഇപ്പൊ ജോലിക്ക് പോണോ? എന്നെ ഈ അവസ്ഥയിലാക്കി നമുക്ക് എന്ത് വേണമെന്നാ പറയുന്നേ? അമ്മ പേടിക്കണ്ടമ്മേ, ഞാൻ ജോലിക്ക് വെക്കോളാം. സുമി ഇവിടെ ഉണ്ടാവും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അവളായിട്ട് വരുത്തി വെച്ചതല്ലേ, അവൾ അത്രയെങ്കിലും ചെയ്യട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രേ? നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് തീരെ പറ്റില്ല. പുറം വേദന ഭയങ്കര പ്രശ്ന. ഒട്ടും വയ്യ ഇപ്പോ. ഇവനാണെങ്കിൽ അവിടെ ഒരു സമാധാനവും തരുന്നില്ല. നമുക്ക് സുമിത്രയെ പോയിന്ന് കാണാം, സുമിയോളൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞോലെ. സുമി എന്തിയേ? അവളെവിടെങ്ങാനും കാണും. മോളെ സുമി, സുമി ഇന്നാ മോളെ കലണ്ടറാ കരയോഗത്തിന്ന്. ഇന്നാ പിടിക്ക്. ആ ചൂല് താഴെ ഇടറി. അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു ജോലിക്കൊക്കെ പോകണ്ടേ? വയസ്സ് 10-31 ആയില്ലേ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നീ പോടാ. എന്താ അവക്ക് ഇത്ര ദേഷ്യം? ഒന്നും പറയണ്ട. അവളുടെ ഒരു ദേഷ്യം. കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവും. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടാ ഇങ്ങനെയെങ്കിലും പോകുന്നത്. അവൻ അവിടുന്ന് ഒരു TV അയച്ചെന്നു. എന്നാൽ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞാൽ അതിനും അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഇവിടെ ഇങ്ങനെ മുതുക്കിയായി പുറന്നറിഞ്ഞിരിക്കാനാ പരിപാടി. ഈ വീടിനെ പറ്റി അവൾക്ക് ഒരു വിചാരവും ഇല്ല. മാസത്തിൽ ജോലിക്കൊന്നും പോകാണ്ട് മടി പിടിച്ച അമ്മേനെ പ്രായം കൊണ്ടാണ് ഇരുന്നോളൂ. അയ്യോ, അതൊക്കെ വീട് ചേച്ചി. ദേ സുമിത്രേ, എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ. നല്ല ക്ഷമയുള്ള കൂട്ടത്തില. അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ടാന്ന് വെച്ചത്. വയസ്സ് 45 കഴിഞ്ഞു, ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പൂതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ സുമിക്ക് 33 വയസ്സ് കഴിഞ്ഞല്ലോ. അവളെ ഇങ്ങനെ നിർത്താനാണോ പരിപാടി? അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ല പിന്നെ ഡാ, ഇങ്ങോട്ട് വാടാ. ഈ പിശാച്ചിനെ തന്നെ കെട്ടണം ഈ മുതുക്കന്. ഇങ്ങോട്ട് നടക്കടാ. പോട്ടെ മോളെ.